ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പം ഇന്ന് ഞാൻ ഒത്തിരി ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല, എടുത്തിട്ടുള്ളത് പച്ചക്കറി സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പം 500 രൂപയുടെയൊക്കെ ഉള്ളിലായിട്ട് ഒതുങ്ങുന്ന ഈ ഒരു റാക്ക് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പച്ചക്കറികളൊക്കെ കീപ്പ് ചെയ്യാനാണ് അല്ലേ. എന്നാൽ ഇത് പച്ചക്കറി വെക്കാനായിട്ട് മാത്രമല്ല, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒട്ടനവധി ഉപയോഗങ്ങൾ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് നന്നായിട്ട് ഓരോ തട്ടും ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. 4 തട്ടുകളായിട്ടുള്ള ഒരു വെജിറ്റബിൾ റാക്കാണ്. അതിൽ നിന്ന് ഞാൻ 3 മാത്രമേ കഴുകിയെടുത്തിട്ടുള്ളൂ. ഒത്തിരി ക്യാഷൊക്കെ കൊടുത്ത് സ്റ്റീലിൻ്റെയൊക്കെ പാത്രം വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ, വാങ്ങാനായിട്ട് കഴിയാത്തവർക്കും അതുപോലെ തന്നെ കിച്ചൺ റാക്കൊക്കെ ഇല്ലാത്തവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾ റാക്ക്. സാധാരണയായിട്ട് നമ്മളിതൊന്ന് കളറൊന്ന് മങ്ങിയാലോ അതല്ലെങ്കിൽ ചെറുതായിട്ടൊരു പൊട്ടൽ വീണാൽ പോലും നമ്മളത് മാറ്റി വെക്കാറാണ് പതിവ്. എന്നാൽ ഇനി ഇതുപോലെ പൊട്ടിയിട്ടുള്ളതോ കളർ മങ്ങിയിട്ടുള്ളതോ ഒന്നും മാറ്റി വെക്കണ്ട, നമുക്ക് ഒത്തിരി ഉപയോഗങ്ങൾ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാനിതാട്ടോ 3 നല്ലപോലെ കഴുകി തുടച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 3 റാക്കാണ് ഞാൻ ഉപയോഗിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഒത്തിരി ക്യാഷൊക്കെ കൊടുത്ത് കിച്ചണിൽ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ സ്റ്റാൻഡ് വാങ്ങാറുണ്ട്. അതൊന്നും ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ കിച്ചണിൽ ഷെൽഫൊക്കെ ഇല്ലാത്ത ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതിൽ പാത്രങ്ങളാണ് ഒതുക്കി വെക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പാത്രങ്ങൾ കിച്ചൺ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഈ ഒരു 3 റാക്കിലായിട്ട് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറുത് വലുത് എന്നുള്ളത് ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലും സൈസിൻ്റെ അടിസ്ഥാനത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിതാ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ റാക്കിൽ ഞാൻ ഇതുപോലെയുള്ള പ്ലേറ്റുകളാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മാക്സിമം നമുക്ക് അതിനുള്ളിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതാ 1ാമത്തെ റാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഞാൻ ഈ മുകളിലത്തെ റാക്കിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട്. ഒത്തിരി ക്യാഷൊക്കെ മുടക്കി സ്റ്റീലിൻ്റെയൊക്കെ സ്റ്റാൻഡ് വാങ്ങാനില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി ഞാൻ മുകളിലത്തെ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 2ാമത്തതിൽ ഞാൻ ഇതുപോലെ കുഴിയുള്ള കുഞ്ഞു പാത്രങ്ങൾ ചെറുതിന് മുകളിൽ വലുതായിട്ടൊന്ന് ക്രമീകരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കപ്പ് കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒത്തിരി സ്പേസ് എനിക്ക് ബാലൻസ് ഉണ്ട്. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് ആ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ട് ഒരു തുണി മാത്രം വിരിച്ചു കൊടുത്താൽ മാത്രം മതി. നിറയെ ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നും തങ്ങി നിൽക്കുകയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രങ്ങൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാനിത് 2ാമത്തെ റാക്കിൽ പാത്രവും അതുപോലെ തന്നെ കുഴിയുള്ള പാത്രങ്ങളും കപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള തവികളാണ് കേട്ടോ. ഇത് നമുക്ക് കപ്പൊന്ന് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം കപ്പിലേക്ക് വെച്ച് കൊടുത്താലും മതി. ഞാൻ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്പൂണുകൾ മുകളിലത്തെ റാക്കിലുള്ള ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം പാത്രങ്ങൾ ഞാൻ ഇതിലേക്ക് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയിലത്തെ റാക്കിലായിട്ട് ഗ്ലാസും കപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷമുള്ള ഒരു ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം പാത്രങ്ങൾ ഞാൻ ഈ ഒരു റാക്കിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ക്യാഷൊക്കെ മുടക്കി സ്റ്റീലിൻ്റെയൊക്കെ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡൊക്കെ വാങ്ങാൻ കഴിയാത്തവർക്കും അതുപോലെ തന്നെ കിച്ചണിൽ ഷെൽഫോ കാര്യങ്ങളോ ഇല്ലാത്തവർക്കും 10-500 രൂപയുടെ ഈ ഒരു റാക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കും. ഞാൻ ഗ്ലാസ്സുകളാണ് ഒതുക്കി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിനുള്ളിലൂടെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ കൈകൾ കടത്താനായിട്ട് പറ്റും. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇനി അതല്ലെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പേപ്പറോ അതല്ലെങ്കിൽ ഒരു തുണിയോ വിരിച്ചു കൊടുത്താൽ മതിയാവും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാനിത് ഓരോന്നും സെപ്പറേറ്റ് ഇതായിട്ടൊന്ന് അടർത്തിയെടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിത് 2 തട്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന മസാലകൾ, അതുപോലെ തന്നെ പഞ്ചസാര, ചായപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിതിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഷെൽഫൊന്നും ഇല്ലാത്തവർക്ക് ഒരുപാട് സ്പേസ് മുടക്കണ്ട, ഇതുപോലെയുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഇതിലായിട്ട് ഒതുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് റാക്കിൽ ഓയിൽ, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള മസാലക്കൂട്ടുകളുള്ളൊരു ബോക്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് കൊള്ളാവുന്ന അത്രയും പൊടിയുടെ ബോട്ടിലുകൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യത്തെ റാക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ റാക്കിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ചായപ്പൊടി, പഞ്ചസാര ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിച്ചണിൽ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല ഒരുപാട് സ്പേസ് ഇത് വെക്കാനായിട്ട് ആവശ്യമില്ല. സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെയുള്ള മസാല പൗഡറുകളൊക്കെ ഉള്ള ബോക്സുകളൊക്കെ കീപ്പ് ചെയ്യാറുള്ളത് കിച്ചൺ റാക്കിലാണ്. കിച്ചൺ റാക്കൊക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു പച്ചക്കറി സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഞാൻ ഇതിൽ നിന്നൊരു തട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ഞങ്ങൾ റൂമിലുള്ള ഷെൽഫിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ചീർപ്പ്, അത് സ്പ്രേ, പൗഡർ, അതുപോലെ തന്നെ വിക്സുകൾ, ഇങ്ങനെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുണ്ട് കാര്യം, ഇതൊന്നും തിരഞ്ഞ് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവില്ല, അതുപോലെ തന്നെ എടുക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിത് അതിൽ കണ്ണട കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നും ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കയ്യിലെടുക്കാനായിട്ട് പറ്റും, സമയം നമുക്ക് വേസ്റ്റ് ആയിട്ട് പോവുകയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ മാക്സിമം ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ട് നമുക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു അടിയിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് മക്കളുടെ മെഡിസിനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് 2 തട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു അടിയിലുള്ള സ്പേസ് ഏതായാലും ഒഴിഞ്ഞു കിടക്കാനില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഞാനിവിടെ ഉണ്ടായിരുന്നിട്ടുള്ള മെഡിസിനും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോക്സുകളൊക്കെ അടിയിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വളരെ ഒതുക്കത്തിൽ തന്നെ നമുക്ക് വെക്കാനായിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ ഒരു തിരക്കാണല്ലോ, ആ ഒരു സമയത്തൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് വീടിന് പുറത്തെ തിണ്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ ഉമ്മറ ഭാഗത്തൊക്കെ ഒരുപാട് ചെരുപ്പുകൾ നമ്മൾ അലസമായിട്ട് വെക്കാറുണ്ട് അല്ലേ. എന്നാൽ ഇതേപോലെ പൊട്ടിപ്പോയിട്ടുള്ള സ്റ്റാൻഡോ അതല്ലെങ്കിൽ കളർ മങ്ങിയിട്ടുള്ള സ്റ്റാൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോർണറിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഊരി വെച്ചിട്ടുള്ള ചെരുപ്പുകൾ നമ്മളൊന്ന് ക്രമീകരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഒരു ചെരുപ്പ് സ്റ്റാൻഡായിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ചെരുപ്പുകളൊന്നും മുന്നിൽ വൃത്തികേടായിട്ട് കിടക്കുകയില്ല. അപ്പോൾ ഞാനിതാ 2 സ്റ്റാൻഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിന് മാത്രം ചെരുപ്പേ ഇവിടെയുള്ളൂ. ഇനി നമുക്കുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ കളർ മങ്ങിയിട്ടുള്ളതോ അതല്ലെങ്കിൽ കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുള്ള പച്ചക്കറി സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആരും വലിച്ചെറിയരുത്. പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ആയിക്കോട്ടെ, കിച്ചൺ റാക്ക്, അതുപോലെ തന്നെ ചപ്പൽ സ്റ്റാൻഡൊക്കെ വാങ്ങുന്ന സമയത്ത് ഒത്തിരി ക്യാഷ് നമുക്ക് ചിലവായി പോവാറുണ്ട്. എന്നാൽ ഇതേപോലെ ഒരു പച്ചക്കറി സ്റ്റാൻഡ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് വാങ്ങുകയാണെങ്കിലും വളരെ കുറഞ്ഞ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിന്ന് ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു ഐഡിയകൾ ചിലതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു. Thanks for watching.